ഹായ്. ശിവരാത്രി ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലോട്ട് പോകുന്ന പോക്കായത്. ഇതമ്മ, ഇത് ഞാൻ. നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കി തിരിഞ്ഞു. ഈ എന്താ അനുസരണം. ആദ്യം മുന്നിൽ പോയ രണ്ടെണ്ണം കൂടെ കുറേ തർക്കിച്ച് അവസാനം കാവനാൻ അമ്പലത്തിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. ഇതാണ് ആ പറഞ്ഞ കാവനാൻ അമ്പലം. ഞങ്ങളെത്തിയപ്പോൾ എല്ലാവരും കഞ്ഞി കുടിക്കുന്ന സമയമായി. കാര്യം എന്താ വെച്ചാൽ ഇറങ്ങിയപ്പോൾ തന്നെ 11 മണി കഴിഞ്ഞേ. ഈ വെയിലും കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ ഇവർക്കൊക്കെ മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ. ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ ഞാൻ വിചാരിച്ചു നല്ല വിജനമായ അമ്പലമാണല്ലോ, ആൾക്കാരൊന്നും ഇല്ലല്ലോ, ഈ ആൾക്കാരൊക്കെ ഇതോടെ പോയി. വഴിപാട് കഴിപ്പിക്കാനായിട്ട് കൗണ്ടറിൽ ചെന്ന് നിന്നപ്പോഴാണ് മനസ്സിലായത് ആൾക്കാരല്ല ഇവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും വഴിപാടിനുള്ള രസീതും മേടിച്ച് അമ്പലത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ നിന്ന് ചുറ്റിത്തിരിഞ്ഞ് സമയം കളയാതെ പെട്ടെന്ന് തന്നെ തൊഴുതിട്ട് ഇറങ്ങി. കാര്യം വേറെ അടുത്തൂടെ പോകണമായിരുന്നു. എന്നിട്ട് നേരെ കഞ്ഞി കുടിക്കാൻ പോയി. ഒരു കൈ ഫോണും ഒരു കൈ കഞ്ഞിപാത്രം പിടിച്ചോണ്ടിരിക്കുന്ന എന്നോട് ആ ചേച്ചി പറഞ്ഞു, കഞ്ഞി താഴെ പോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. കഞ്ഞിയൊക്കെ മേടിച്ച് കുടിക്കാനില്ല. കാണുന്ന പോലല്ല കേട്ടോ, നല്ല ചൂടായിരുന്നു. എൻ്റെ കഞ്ഞികളൊക്കെ വേഗത കാരണം അവരെല്ലാം പെട്ടെന്ന് തന്നെ കുടിച്ചെഴുന്നേറ്റിട്ട് അവസാനം ഞാൻ തന്നെ ഇരുന്ന് കുടിക്കേണ്ടി വന്നു. കുറച്ചു നേരം ഈ മാമൻ ചെയ്യുന്നത് നോക്കി ഞങ്ങൾ അവിടെ നിന്നിട്ട് നേരെ അടുത്ത അമ്പലത്തിലോട്ട് പോയി. ഇത് ഞങ്ങളുടെ പെരുന്നാൾ കേട്ടോ. സൗദിയിൽ പോയി ഹബീബിയായിട്ട് ഈ നാട്ടിലേക്ക് ഒരു തിരിച്ചു വരവുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തു പോയ അമൽ യു പി ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു. കാര്യം ആ കൊടി കിട്ടിയത് അങ്ങനെയാണ്. അങ്ങനെ അടുത്ത സ്റ്റോപ്പ് കടുമ്പീഞ്ചിറ അമ്പലം. ബോണാമ്പ്രോട്ടപ്പ് ഈ നാട്ടിലാണെന്ന് പറഞ്ഞാലും ഈ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഈ അമ്പലത്തിന്റെ റിനോവേഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ട് അധികം വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി. അന്നേ ദിവസം ഇതോടുകൂടി അവസാനിച്ചു എന്ന് കരുതി എനിക്ക് സത്യത്തിൽ അതൊരു തുടക്കം മാത്രമായിരുന്നു.